അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നാട്ടിലത്തെ ഡബിൾ കാശ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വാങ്ങിയത്. തിന്നാനാണ് കേട്ടോ തോന്നുന്നത്. കണ്ട വൈന് പോലെയുണ്ട്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രേഷ്മ സോറൻ. വെൽക്കം ടു രേഷ്മ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പഴയ സ്കിന്നും പുതിയ സ്കിൻ എന്ന് പറയാനായിട്ട് കുറച്ചൊക്കെ പാടുണ്ട്. അത് ഈ വീഡിയോസിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേങ്കിൽ എന്താ പറയുക, നേരത്തെ ഉള്ളതിന് കാട്ടി ഒരു എത്രയോ കുറവാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ സ്കിൻ പ്രോബ്ലംസ് എനിക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിന് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് 2017 എൻ്റെ ഡിഗ്രിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് 17-18 ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ കുക്ക് ചെയ്യും. നമുക്കിപ്പോൾ ഒരു അത്ര ദിവസം പോയിക്കൊണ്ടിരുന്ന ഒരു ഹാബിറ്റ് അല്ല ആ ഒരു ടൈമിൽ. അതായത് തോന്നുന്ന സമയത്ത് കഴിക്കുക, തോന്നുന്ന സമയത്ത് തോന്നുന്ന ഭക്ഷണം കഴിക്കുക, വെള്ളം അങ്ങനെ പ്രോപ്പറായിട്ട് കുടിക്കലില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് സ്കിൻ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് എനിക്കൊരു പിമ്പിളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികം നമുക്കൊരു പിമ്പിൾ വന്നു കഴിഞ്ഞാൽ, ഒരു പിമ്പിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് എങ്ങനെ പൊട്ടിക്കുക എന്ന് നമ്മൾ നോക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഒരു സമയത്ത് അത് എങ്ങനെ പൊട്ടിച്ച് അതിനുള്ളിൽ ആ ഒരു സംഭവം പുറത്ത് കളയാൻ കഴിഞ്ഞാൽ എനിക്ക് സമാധാനമേ അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് അതങ്ങനെ അതിൻ്റെ ഇതൊക്കെ സ്പ്രെഡായി. അങ്ങനെ എനിക്ക് ഒരുപാട് പിമ്പിൾസ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ പല ഡോക്ടേഴ്സിനെ കാണിച്ചു, പല മെഡിസിൻസ് കഴിച്ചു. പിന്നെ ആഫ്റ്റർ മാരേജിന്റെ സമയത്ത്, കല്യാണത്തിന്റെ സമയത്ത് പോലും എൻ്റെ സ്കിന്നിൽ പിമ്പിൾസ് ഉണ്ടാവില്ല, പക്ഷെ പാടുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഒരു കറുത്ത ഒരു വലിയ പാട് പോലെ അത് ചില മെഡിസിൻസിന്റെ അലർജി ആയിട്ട് അത് സ്പ്രെഡായിട്ട് അങ്ങനെയും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴാണ് എൻ്റെ സ്കിൻ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ 5 കാര്യങ്ങളാണ് എൻ്റെ സ്കിൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. സ്കിൻ പ്രോബ്ലംസ് വരാതെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന 5 കാര്യങ്ങളിലൂടെയാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ദിവസം 2.5 to 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. സെക്കൻഡ് തിങ് ഈസ് മോഷൻ കൃത്യമായിട്ട് പോകുന്നു എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ ടോയ്ലറ്റ് ഡെയിലി 1-2 തവണ നിർബന്ധമായിട്ട് പോയിരിക്കണം. അത് മസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യം നിർബന്ധമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിന്ന് ഇപ്പോൾ രാവിലെ രാത്രി 2 നേരം മാത്രം ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഇപ്പോൾ രാവിലെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യാണ്ട് എന്തെങ്കിലും ഇരുന്നാലും രാത്രി ആ കിടക്കുന്നതിന് മുന്നേ നല്ലൊരു ഫേസ് വാഷ് 2 പ്രാവശ്യം യൂസ് ചെയ്യാം. ഇൻ കേസ് ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ഉണ്ട് വെച്ചാൽ നല്ലൊരു എന്താ പറയുക, ഓയിൽ കോക്കനട്ട് ഓയിൽ ഉണ്ടാവില്ലേ, അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് എല്ലാം കളഞ്ഞിട്ട് വൈപ്പ് ചെയ്തിട്ട് പിന്നെ നല്ല ക്ലെൻസിങ് 2 times ചെയ്യണം. നിർബന്ധമായിട്ട് ഞാൻ ചെയ്യും. അങ്ങനെ മൂന്നാമത്തെ കാര്യം. പിന്നെ 4ാമത്തെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം എനിക്ക് എങ്ങനെ നോക്കിയാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഫുഡായിരുന്നു. അപ്പോൾ ആ ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾഡ് ആയിട്ട് ഇരുന്നപ്പോഴാണ് എനിക്ക് സ്കിന്നിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അപ്പോൾ അതായിരുന്നു ഞാൻ ഫസ്റ്റ് പോയിന്റ് പറയേണ്ടതില്ല. അങ്ങനെ ഞാൻ അഞ്ചാമത്തെ കാര്യം എൻ്റെ സ്കിന്നിന് വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഈ പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഡെർമാക്കോന്റെ 30% AHA 2% BHA പീലിംഗ് സൊല്യൂഷൻ ആണ്. ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡും സാലിസിക് ആസിഡ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വീക്ക്ലി വൺസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഒരു എക്സ്ഫോളിയേറ്റർ ആണ്. നമുക്ക് ഇപ്പോൾ ഒരാഴ്ച നമ്മൾ ഫുള്ളായിട്ട് പുറത്ത് പോകുന്നു, നമുക്ക് ഒരുപാട് ടാൻ ഉണ്ട്, പിന്നെ പിമ്പിൾസ് വന്നിട്ട് പോയ പാടുകളൊക്കെ എനിക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സഹായിച്ച ഒരു പീലിംഗ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ എങ്ങനെ നോക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, ഫുഡിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നത് എല്ലാം നോക്കണം. പക്ഷേ പിമ്പിൾസ് ഇൻ കേസ് വന്നിട്ട് അവിടെ ഒരു പാടുണ്ടെങ്കിൽ ആ പാട് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ യൂസ് ചെയ്യുക. ഇതിപ്പോൾ 30% ആണ്. ഇതിന്റെ 15% ഉണ്ട്, 15% അവൈലബിൾ ആണ്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ആ ഒരു ഇത് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 699 ആണ് കേട്ടോ. ഇത് ഇടയ്ക്ക് ഓഫറൊക്കെ വരുന്നുണ്ട്. 400 സംതിങ് 500 സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് ആമസോണിലും ഇടയ്ക്ക് നൈക്കിലൊക്കെ ഓഫറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ വാങ്ങാം. അല്ലെങ്കിൽ മറ്റേ ഇതിന്റെ ഡെർമാക്കോന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാവും, അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ UAE വന്നിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. നാട്ടിലത്തെ ഡബിൾ കാശ് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വാങ്ങിയത്. അപ്പോൾ അപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുന്ന ആർഭാടാണ് പേരുന്നത്. അപ്പോൾ ആർഭാട് ഓക്കെ ശരി ആയിക്കോട്ടെ. അപ്പോൾ ആർഭാട് ആയിക്കോട്ടെ, ഒരു സമയം നമുക്ക് എല്ലാം നമുക്ക്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തിന്നാനാണ് തോന്നുന്നത്. കണ്ട വൈന് പോലെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ സ്മെല്ല് ഇറ്റ്സ് വെരി ബാഡ്. ഭയങ്കര ഒരു മെഡിസിൻ്റെ ഒക്കെ സ്മെല്ലാണ്. പക്ഷേ കൺസിസ്റ്റൻസി ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സത്യത്തിൽ തിന്നാനാണ് തോന്നുന്നത്. ഒരു വൈനും എന്തൊക്കെയൊക്കെ തോന്നുന്നത്, ഒരു ഗ്രേപ്പിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ തോന്നും. ഉണ്ടായിട്ട് അപ്പോൾ ഞാനത് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എമൗണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാലോ. ഇത് വീക്ക്ലി വൺസ് ഇതെപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ വീക്ക്ലി അത്യാവശ്യം നല്ല ഇരിച്ചിലുണ്ട് കേട്ടോ. നല്ല ദൂരം ഇരിച്ചിലുണ്ട്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. പക്ഷേ സഹിക്കബിളാണ്. അങ്ങനെ അടിച്ച് ഓടേണ്ട അളവിലൊന്നും ഇരിച്ചിട്ടില്ല, സഹിക്കബിളാണ്. അങ്ങനെ ഇരിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം, പാടുകളും. അപ്പോൾ ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം.
ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ കേട്ടോ. അതിൽ കൂടുതൽ വെയിറ്റ് വേണ്ട. മാക്സിമം രാത്രി നമ്മൾ ഉറങ്ങുന്ന ഒരു സമയത്ത് ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കി ഗൂഗിൾ ഇഷ്ടംപോലെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് നോക്കുക, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ലൊരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കിന്നൊക്കെ മുഖം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. മുഖം കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു പിങ്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നിന് ഞാൻ മോയ്സ്ചറൈസർ എല്ലാവർക്കും പൊതുവേ റെക്കമെൻഡ് ചെയ്യുന്നത് ജെൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനുള്ളതാണ് ഓയിലി സ്കിന്നുകാർക്ക്. അതിപ്പോൾ പ്രൈമർ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും. ഡ്രൈ സ്കിന്നുകാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഓയിലി സ്കിന്നാണ്. ഇപ്പോൾ നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഡ്രൈ ആവാൻ പോവാണ് നെക്സ്റ്റ് ഡേ. ഇത് യൂസ് ചെയ്തിട്ട് അത് പീലായിട്ട് വരും. അതുകൊണ്ട് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഞാൻ യൂസ് ചെയ്യുന്നതാണ് പോൺസിൻ്റെയാണ് കേട്ടോ. അധികം റേറ്റും ഇല്ല, അഫോർഡബിൾ ആണ്. അപ്പോൾ ഇതും കൂടി യൂസ് ചെയ്യാം. പിന്നെ ഒരിക്കലും ഞങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ മോയ്സ്ചറൈസർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് എടുക്കുന്നില്ല, വളരെ കുറച്ച് എമൗണ്ട് എടുക്കുക, അപ്ലൈ ചെയ്യുക, ഇതുപോലെ ഫുള്ളായിട്ട് എല്ലാവരും തേക്കാം. അതല്ലാണ്ട് ഇങ്ങനെ മോയ്സ്ചറൈസർ കുറേ ആൾക്കാർ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വിടും, എന്നിട്ട് ഇങ്ങനെ അടയ്ക്കും, ഇങ്ങനെ കാണിക്കും, എന്നിട്ട് ഇങ്ങനെ കൈ തന്നെ കുറേ പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കണ്ട. കുറച്ച് എമൗണ്ട് എടുത്തിട്ട് എല്ലാവരെയും അപ്ലൈ ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പീലിംഗ് സൊല്യൂഷൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്കിൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഈ പീലിംഗ് സൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സ്കിൻ ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ഡെയിലിയും 2 നേരം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക, പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, മോഷൻ കൃത്യമായിട്ട് പോകണം. അപ്പോൾ മോഷൻ കേസ് ഇപ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. നമ്മുടെ ബോഡി എത്ര ഓക്കെ ആവുന്നോ, അതായത് ക്ലിയർ ആവുന്നോ, അത്രയും നമ്മുടെ സ്കിന്നിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി വലിയൊരു കൺട്രോൾ തന്നെ ഉണ്ടാവുക. ഓയിലി ഫുഡാണെങ്കിലും അതുപോലെ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്തിരിക്കുക. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ കഴിക്കും എന്തായാലും, കാരണം എനിക്ക് ഫുഡ് കൺട്രോൾ ആയിട്ടിരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അങ്ങനെ പറ്റുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അതിനൊക്കെ ഒരു റിസൾട്ട് കിട്ടും. വെറുതെ ആവശ്യമില്ലാതെ കുറേ ഡോക്ടേഴ്സിനെ പോയി കണ്ട് കുറേ മെഡിസിൻസ് ഒക്കെ കഴിച്ച് കുറേ പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യാം. വെള്ളം നന്നായി കുടിക്കുക. ഡെയിലിയും ഇപ്പോൾ ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 1 അവർ നടന്നാൽ തന്നെ നമ്മൾ വേർത്ത് പോയാൽ തന്നെ അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഞാനിപ്പോൾ ചെയ്ത പോലത്തെ ഒരു സ്കിൻ കെയർ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.